മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം മാറിയോ ഇല്ല, ഇതാണ് ചോദ്യം. ഇപ്പോൾ ഏറ്റവും പുതിയ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്ലോബൽ എക്കണോമിക് മാഗസിൻ്റെ അകത്ത് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എല്ലാ ഇന്ത്യക്കാരും വായിച്ചിരിക്കേണ്ട റിപ്പോർട്ട് തന്നെയാണ്. കാരണം ഇന്ത്യൻ മീഡിയ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും അധികം ചെയ്യാറില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം വലിയ രീതിയിലാണ് മാറ്റം ഉണ്ടായത്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്. അതിനവരെടുക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന വാഹനത്തെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഒരു സമയത്ത് നമ്മുടെ നാടുകളിലും നാട്ടിൻ പ്രദേശങ്ങളിലും പട്ടണങ്ങളൊക്കെ കാണുന്ന 800 മാരുതി ആയിരുന്നു. അതിനുശേഷം ആൾട്ടോ വരുന്നു, പിന്നെ ഹുൻഡായ് കമ്പനി വരുന്നു, ജാപ്പനീസ് കമ്പനി വരുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ കണ്ടൊരു സംഭവമുണ്ട്. ഈ SUV എന്ന് പറയുന്നത് ആ വെഹിക്കിളിൻ്റെ കാറ്റഗറി നിങ്ങൾക്കറിയാം. അത് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളാണ്. അപ്പോൾ ഈ വെഹിക്കിൾ എന്ന് പറയുന്നതിന് വില കൂടുതലാണ്, ഒന്നാമത്. രണ്ടാമത്, ഒരു എലീറ്റ് ക്ലാസിൻ്റെ കയ്യിൽ, പണക്കാരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വെഹിക്കിൾ. കാരണം വിലയും കൂടുതലാണ്, ഇത് വലിയതാണ് വെഹിക്കിൾ, അതുപോലെ നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്, ഇതിന് മൈലേജും കുറവാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇത് വാങ്ങുന്നത് ഒരുവിധം പണക്കാരായിട്ടുള്ള സാമ്പത്തികമുള്ളവർ മാത്രമാണ്, നല്ല സാമ്പത്തികമുള്ളവർ മാത്രമേ ഈ SUV വെഹിക്കിൾ വാങ്ങാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് ഭയങ്കര രസകരമാണ്. 2023 ഇന്ത്യയിൽ ഏകദേശം 20 ലക്ഷം SUV വെഹിക്കിളാണ് കച്ചവടമായേക്കുന്നത്. അതായത് ഇന്ത്യക്കാർ അതിനുശേഷം ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞൊരു വെഹിക്കിൾ നിങ്ങൾക്കറിയാം, പുറകിലുള്ള ഈ 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള, അത് മാറിയിട്ട് ഇപ്പോഴത്തെ ജമ്പ് എന്ന് പറയുന്നത് SUVയിലോട്ടാണ്. അത് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിലോട്ടാണ് മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും കൂടുതൽ വാങ്ങിയത്. അല്ലെങ്കിൽ 2023 20 ലക്ഷം SUV വിൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കണക്കുകളാണ് പറയുന്നത്. അതും ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇന്ത്യയുടെ സിറ്റികൾ, ഇപ്പം ബാംഗ്ലൂർ സിറ്റി എടുക്കുക, അവിടെ കൂടിപ്പോയി കഴിഞ്ഞാൽ 30-40 കിലോമീറ്റർ കൂടുതൽ ആ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല സിറ്റിക്കകത്ത്. കാരണം അത്രമാത്രം ട്രാഫിക്കാണ്, കുഴികളാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഡൽഹി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന 20-25 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ SUV എടുക്കുന്നത്? അത് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ സിറ്റികളിലാണ് SUV എടുക്കുന്നത്. ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഇഷ്ടം പോലെ ഹൈവേകളുണ്ടായി. കാരണം കാറ് യാത്ര ചെയ്യാനും റോഡ് യാത്ര ചെയ്യാനും ഇന്ത്യക്കാർക്ക് താല്പര്യമുണ്ട്. അതാണ് ആ കണക്കുകൾ ഇത്രമാത്രം SUV ആൾക്കാർ മേടിക്കുന്നതിൻ്റെ ഒരു കാര്യം. കാരണം ശരിക്കും അതിന് വിലയുണ്ട്, ഇതിന് ലോണെല്ലാം കിട്ടും, പക്ഷേ ആൾക്കാർ ഇത് വാങ്ങുകയാണ്. അതിന് ഇന്ത്യൻ റോഡിനനുസരിച്ച്, ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനനുസരിച്ച് SUVയുടെ ചില മാറ്റങ്ങളുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ, കാരണം ആ രീതിയിലുള്ള അത്രമാത്രം പണം കൊടുത്താൽ മതി. മാരുതി ഉണ്ടാക്കുന്ന ഹുൻഡായി ആണെങ്കിലും, ടയോറ്റ ഉണ്ടാക്കുന്നതാണെങ്കിലും, മഹേന്ദ്ര ഉണ്ടാക്കുന്ന SUV ആണെങ്കിലും ആ പറയുന്ന വലിയ റേറ്റ് ഇല്ല. ഈ പറയുന്ന റേറ്റേ ഉള്ളൂ. അതൊരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ സാധിക്കും. അതായത് അപ്പനും മക്കളും, 4 പേരും, പിന്നെ അവരുടെ ഗ്രാൻഡ് പേരൻസും എല്ലാം ഉൾപ്പെടെ, അതായത് ഏകദേശം 6-7 പേർക്ക് 8 പേർക്ക് ഈ SUVയിൽ യാത്ര ചെയ്യുക, അതായത് കുടുംബമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ ആളുകൾ ഹൈവേ നല്ലതായതുകൊണ്ട്, ഹൈവേ ഇഷ്ടംപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലതായതിൻ്റെ പേരിൽ ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ യാത്ര ചെയ്യാൻ, കുടുംബമായിട്ട് യാത്ര ചെയ്യാൻ ഈ ട്രെയിനിൽ പോകുന്നതിനേക്കാളും ഒക്കെ വളരെ എളുപ്പമാണ് SUVയിൽ പോയിട്ട് പോകുക. ഇത്രയും ചാർജ് ഉള്ളൂ, ഇത്രയും ഡീസൽ അടിച്ചാൽ മതി, അവർക്ക് ഈസി ആയിട്ട് പോയിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം കണ്ട് തിരിച്ചു വരാം. ഇതിൽ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഇന്ത്യക്കാരൻ്റെ, മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരൻ്റെ ബൈയിങ് പവർ കൂടി. അതായത് അവന് സാധനങ്ങൾ മേടിക്കാനുള്ള ആസ്തി വർദ്ധിച്ചു. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ ഉയർച്ചയാണിത് കാണിക്കുന്നത്. കാരണം SUVയിലോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഹാച്ച് ബാക്കിൽ നിന്ന് SUVയിൽ, കാരണം ഇതിന് പണം കൂടുതലാണ്. അപ്പോൾ ഈ പണം കൊടുത്തിട്ട് അവൻ ആ ലോൺ റീപേയ്മെൻറ്റ് ഉൾപ്പെടെ അവന് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അവന് ഇങ്ങോട്ടുള്ള റവന്യൂ, അതായത് അവൻ ജോലി ചെയ്യുമ്പോഴും അവനൊരു ബിസിനസ് നടക്കും, അതിൻ്റെ റവന്യൂ കൂടി, അതിൻ്റെ കൂടാണ് ഈ സംഭവം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം 20 ലക്ഷത്തോളം SUVകൾ 2023 വിറ്റത്. പിന്നെ 24 കണക്ക് വരുന്നത് അതിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാർ മേക്കേഴ്സ്, അതായത് മാരുതി ആണെങ്കിലും ഹുൻഡായും ടയോട്ടയും മറ്റുള്ളവർ പറയുന്നത് ഇന്ത്യൻ റോഡിനുള്ള SUVകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. കാരണം ഹാച്ച് ബാക്കിൻ്റെ വാഹനത്തിൻ്റെ വെഹിക്കിൾ, അതിൻ്റെ വിൽപ്പന കുറവ് ശരിക്കും അതിനെ ബാധിച്ചു. കാരണം എല്ലാവരും SUVയിലോട്ട് പോയി.
രണ്ടാമത് ഇവർ ഇത്ര വർഷമേ ഈ വണ്ടി ഉപയോഗിക്കുന്നുള്ളൂ, അതിനുശേഷം പുതിയ വണ്ടി വാങ്ങുകയാണ്. പക്ഷേ വിദേശങ്ങളിൽ അങ്ങനെയല്ല. അവർ ഏകദേശം ഒരു വാഹനം വാങ്ങി 8-9 വർഷമൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ എമിഷൻ്റെയും മറ്റേ പൊല്യൂഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഇത് ആളുകൾ വളരെ കുറച്ച് നാളെ വാഹനം മാത്രമേ ഉപയോഗിക്കും, അതിന് ശേഷം വേറെ വാഹനത്തിലോട്ട് അവർ പോവുകയാണ്. ഇപ്പം ഈ വാഹന നിർമ്മാതാക്കൾ, അതായത് മാനുഫാക്ചേഴ്സ്, അവർ SUV സെഗ്മെൻറ്റിന് കൂടുതൽ താല്പര്യം കൊടുത്തിട്ട് പുതിയ രീതിയിലുള്ള സംഭവങ്ങളിലോട്ട് പോവുകയാണ്. അതായത് ടെക്നോളജി വൈസ് ടച്ച് സ്ക്രീൻ കൂടുതലുണ്ടാകുന്നു. കാരണം ആൾക്കാർ ഈ വില കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് നല്ല സാധനങ്ങൾ കിട്ടണം. അതുപോലെ അവർക്ക് ഈ ട്രാഫിക്ക് നോക്കി ഈ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് പോകാനുള്ള വഴി അവർക്ക് കിട്ടുന്നുണ്ട്. ആളുകളോടൊന്നും റോഡും സംഭവമൊന്നും ചോദിക്കുകയൊന്നും വേണ്ട, അവ കൃത്യമായിട്ട് സ്ഥലങ്ങളിൽ പോയി എത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ എത്രയും പെട്ടെന്ന്, അതായത് ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് SUV വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മോട്ടൽസിൻ്റെ എണ്ണം വരുന്നത്, അത് അതിൻ്റെ സൈഡിൽ, ഹൈവേയുടെ സൈഡിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നു. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, അതായത് SUVയുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, എൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വലിയ മാറ്റത്തിലോട്ടാണ് പോകുന്നത്. അതായത് എക്കണോമിക് ബൂം തന്നെയാണ് ഇന്ത്യയിലുണ്ടായത്. അതിൻ്റെ പേരിലാണ് ഇത്രമാത്രം മാനുഫാക്ചേഴ്സ്, 20 ലക്ഷം വെഹിക്കിള് SUV സെഗ്മെൻറ്റിൽ വിൽക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി ബൂം ചെയ്യുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലും ചില ആൾക്കാർ, ഇടതുപക്ഷവും കോൺഗ്രസും ഇതിനെ വളരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ കണക്കുകൾ ഗ്ലോബൽ മീഡിയ പുറത്തു കൊണ്ടുവരികയാണ്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മിഡിൽ ക്ലാസ്, അവരുടെ ജീവിതശൈലി മാറുന്നു, അവരുടെ സാമ്പത്തിക ശേഷി മാറുന്നു. ഇന്ത്യ പുതിയ രീതി ഗ്ലോബലായിട്ട്, അതായത് അമേരിക്ക പോലെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെ അവിടെയുള്ള മിഡിൽ ക്ലാസ് ഏത് രീതിയിലാണ് വാഹനങ്ങൾ ഉപയോഗിക്കുക, അവരുടെ ജീവിത സാഹചര്യം. പിന്നെ മറ്റൊരു കണക്ക് നേരത്തെ വന്നിരുന്നു, ഇപ്പോൾ ഇന്ത്യയിലെ വീടുകൾ, അപ്പോൾ അതിൻ്റെ ഫർണിഷ് ചെയ്ത് വളരെ കുറച്ച് രീതിയിലാണ് ഫർണിഷ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ വെച്ചാണ്. ഇപ്പോഴതൊക്കെ മാറിയിട്ട് നല്ല പെയിൻറ്റും കാര്യങ്ങളും, അത് കിടക്കകളാണെങ്കിലും കട്ടിലാണെങ്കിലും നല്ല രീതിയിൽ ഇതൊക്കെ വാങ്ങിയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുക. അല്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളിലോട്ടാണ് ആളുകൾ പോകുന്നത്. അതും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുള്ള മുന്നോട്ട്, അതായത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് തരുന്ന സൂചന. വാഹനത്തിൻ്റെ കാര്യം മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയും നിലവാരവും അവൻ്റെ എഡ്യൂക്കേഷനും അവൻ്റെ വർക്ക് സ്റ്റൈലും അവൻ്റെ ഒരു ഗ്ലോബൽ ഇന്ത്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി എന്ത് സംഭാവന ചെയ്തു, അതിൻ്റെ ഓരോ റിസൾട്ടുകൾ ഓരോന്നായിട്ട് വരികയാണ്. റോഡുകളുണ്ടാക്കി, എന്തിനാണെന്നൊക്കെ ചോദിച്ചു. റോഡുകളുണ്ടാക്കി ഇന്ത്യക്കാർക്ക് പോകാനും ട്രാൻസ്പോർട്ടേഷൻ കാര്യത്തിന് വേണ്ടിയാണ്. അതിലോടാൻ വേണ്ടി പഴയ കാറുകൾ പറ്റത്തില്ല, നല്ല കാറുകൾ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് SUV മാറിയത്. ആ ഭാഗം ഡെവലപ്പ് ചെയ്യുക. കാരണം ആ ഒരു ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് വരുമ്പോൾ എല്ലാ തലങ്ങളിലും ഇന്ത്യ മിഡിൽ ക്ലാസ് മാത്രമല്ല, അതുകൊണ്ട് ലോവർ മിഡിൽ ക്ലാസ്സിനും അവർക്കും മുന്നോട്ടുള്ള പോക്കാണ് ഉണ്ടാവുന്നത്. കാരണം ആൾക്കാർ നല്ല സൗകര്യത്തിന് വേണ്ടി ആൾക്കാർ ഹയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഗ്ലോബൽ മീഡിയ കൊടുത്തിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ മാറ്റം നല്ല സൂചനകളാണ് ഇന്ത്യക്ക് തരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കണം, പാൻഡമിക്കിന് ശേഷം, അതായത് കോവിഡിന് ശേഷം ലോകത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ പിടിച്ചു നിന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന സെഗ്മെൻറ്റ്, വെഹിക്കിൾ സെഗ്മെൻറ്റിലോട്ടും ഈ പറയുന്ന ലൈഫ് സ്റ്റൈലിലോട്ടും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായേക്കുന്നത്. അതിനോട് തീർച്ചയായിട്ടും മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങളും ഇന്ത്യയുടെ വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം, ഈ മാറ്റങ്ങളുടെ സൂചനകളാണ് ഈ റിപ്പോർട്ടിൽ ഓരോന്നായിട്ട് പറഞ്ഞു വെക്കുന്നത്.